കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് കോമൺ ആയി കാണുന്ന ചില കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസിനെ പറ്റിയായിരുന്നു. അപ്പോൾ ആ വീഡിയോ ഇന്ന് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്കിപ്പോഴും ഓർമ്മയുള്ള ഒരു സംഭവമുണ്ട്. നമ്മുടെ ക്ലാസ്സിൽ ടീച്ചർ വന്നിട്ട് ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞു, ഏതോ ഒരു കുട്ടി എക്സാമിനെല്ലാം തെറ്റിച്ചെഴുതിയെന്ന്. ഉടനെ എൻ്റെ ഫ്രണ്ട് ചെന്ന് ആ ടീച്ചറോട് ചോദിച്ചിരുന്നു, ടീച്ചർ അത് എന്നെ ഉദ്ദേശിച്ചാണോ പറഞ്ഞതെന്നുള്ളത്. ടീച്ചർ ചുമ്മാ മറ്റാരെയോ ഉദ്ദേശിച്ച് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇതും ഒരു കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷനാണ്, നമ്മളിൽ പലർക്കും വളരെയധികം ഉള്ള ഒന്നാണ്. അതായത് ചുറ്റിനും സംഭവിക്കുന്നതെല്ലാം എന്നെ പറ്റിയാണോ, എൻ്റെ നേർക്കാണോ എന്നൊരു തോന്നൽ. ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് കുറച്ച് ദേഷ്യത്തിൽ അങ്ങ് നടന്നുപോയി. ഉടനെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ എന്തെങ്കിലും ചെയ്തത് കൊണ്ടാണോ ആ കുട്ടി അങ്ങനെ ചെയ്തത്. ഇപ്പം ടീച്ചർ രാവിലെ വന്ന് ദേഷ്യത്തിൽ ക്ലാസ്സിൽ എന്തൊക്കെയോ പറഞ്ഞു. ഉടനെ ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നോടുള്ള ദേഷ്യമാണോ ടീച്ചർ ആ കാണിച്ചത് എന്നല്ല. ഇതിന് നമ്മൾ പേഴ്സണലൈസേഷൻ എന്നാണ് പറയുക. അതായത് ചുറ്റും സംഭവിക്കുന്നതെല്ലാം ആള് പേഴ്സണലായിട്ടാണ് എടുക്കുന്നത്. വളരെ കോമൺ ആയി കാണുന്ന ഒരു കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷനാണിത്, പ്രത്യേകിച്ചും ടീനേജേഴ്സിൻ്റെ ഇടയിൽ. മറ്റൊരു കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻ ബ്ലെയിമിംഗ് ആണ്. എനിക്ക് എക്സാമിന് മാർക്ക് കിട്ടാത്തത് ടീച്ചർ നന്നായി പഠിപ്പിക്കാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ എൻ്റെ റൂംമേറ്റ് ശരിയല്ലാത്തത് കൊണ്ടാണ് എനിക്ക് പഠിക്കാൻ പറ്റാത്തത്. ചുറ്റുമുള്ളതിനെയെല്ലാം നമ്മൾ മറ്റൊരാളുടെ നേർക്കായിട്ട് ബ്ലെയിം ചെയ്യാണ്. അതേപോലെ നമ്മളിൽ പലർക്കും ഉള്ളൊരു കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻ ജമ്പിങ് ടു കൺക്ലൂഷൻസ് ആണ്. അതായത് മതിയായ കാരണങ്ങളോ തെളിവുകളോ ഇല്ലാതെ നമ്മളൊരു നിഗമനത്തിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ എൻ്റെ ബോയ് ഫ്രണ്ട് ഒരു 5 മിനിറ്റ് വരാനായിട്ട് ലേറ്റായി. ഉടനെ ഞാൻ ആലോചിക്കുന്നത് അയാൾക്ക് മറ്റൊരു ഫ്രണ്ടുമായിട്ട്, മറ്റൊരു ഗേളുമായിട്ട് എന്തെങ്കിലും ചുറ്റിക്കളിയുണ്ട്, എന്തോ ചുറ്റിക്കളി ഉള്ളത് കൊണ്ടാണ് അയാൾ ഇങ്ങനെ ലേറ്റ് ആയത് എന്ന് ഞാനൊന്ന് ഉറപ്പിക്കുകയാണ്. യാതൊരു തെളിവുകളും ഇല്ല. ഇതിനെയാണ് നമ്മൾ ജമ്പിങ് ടു കൺക്ലൂഷൻ എന്ന് പറയുന്നത്. വളരെ കോമൺ ആയി കാണുന്ന മറ്റൊരു കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻ കൺട്രോളിംഗ് ആണ്. അതായത് നമ്മൾ ഒന്നെങ്കിൽ ഉദ്ദേശിക്കുകയാണ് ചുറ്റുമുള്ളതൊന്നും എൻ്റെ കൺട്രോളിലല്ല, അതുകൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, എനിക്ക് പഠിക്കാൻ പറ്റില്ല, എനിക്ക് കുളിക്കാൻ പറ്റില്ല, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ചുറ്റുമുള്ള ഒന്നും എൻ്റെ കൺട്രോളിലല്ല. ഇതിന് നേരെ അങ്ങേ തലക്കിലൊരു കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻ ഉണ്ട്. അതായത് എല്ലാം എൻ്റെ കൺട്രോളിലായിരിക്കണം. ഇനിയും ഒരുപാട് രീതിയിലുള്ള കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ് നമ്മുടെ ചിന്തകളിൽ ഉണ്ടായിരിക്കാം. ഇതിനെ എല്ലാത്തിനെയും നമ്മൾ എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? സത്യത്തിൽ നമ്മുടെ തന്നെ ചിന്തകളിൽ ഈ പാറ്റേൺസ് കണ്ടെത്തുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിന് നമുക്ക് ചെയ്യാവുന്ന ആദ്യത്തെ പടി എന്ന് പറയുന്നത് ഒരു തോട്ട് ഡയറി കീപ്പ് ചെയ്യലാണ്. ഇതിന് മുൻപൊരു വീഡിയോയിൽ തോട്ട് ഡയറിയെ പറ്റി നമ്മൾ ചെറുതായിട്ടൊന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങളെ ടെൻസ്ഡ് ആക്കുന്ന ചിന്തകൾ, നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടാവുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ചിന്തകൾ, ഇതെല്ലാം ഒരു ഡയറിയിൽ വ്യക്തമായിട്ട് കുറിച്ചു വയ്ക്കുക. അത് വെറുതെ എഴുതുന്നതിനെക്കാട്ടിലും നിങ്ങൾക്ക് ആ ചിന്തയുണ്ടായ ആ സിറ്റുവേഷൻ, അത് കഴിഞ്ഞ് എന്താണ് നിങ്ങൾക്കുണ്ടായ ചിന്ത, ആ സമയത്ത് നിങ്ങളുടെ മനസ്സിലൂടെ പോയ ഫീലിംഗ് എന്താണ്, നിങ്ങളുടെ ശരീരത്തിൽ ആ സമയത്തുണ്ടായ ഫീലിംഗ് എന്താണ്, ഇങ്ങനെ ഒരു ടേബിളായിട്ട് നിങ്ങൾക്ക് എഴുതിയാൽ കറക്റ്റായിട്ട് നിങ്ങളുടെ ചിന്തകളുടെ ഒരു റൂട്ട് മാപ്പ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് വളരെ കാമായിട്ട് ഈ തോട്ട് ഡയറി എടുത്ത് നോക്കുമ്പോൾ എവിടെയാണ് നമ്മുടെ ചിന്തകളുടെ പാറ്റേണിൽ വന്ന മിസ്റ്റേക്ക് എന്ന് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാനായി പറ്റും. എന്നിട്ട് ഈ പാറ്റേണുകളെ നമ്മൾ തന്നെ മാറ്റാൻ ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത്. ഇതൊരിക്കലും എളുപ്പമുള്ളൊരു പ്രോസസ്സ് ആയിരിക്കില്ല. കാരണം പല ചിന്തകളും കുട്ടിക്കാലം തൊട്ടേ നമ്മുടെ മനസ്സിൽ കടന്നുകൂടിയതാണ്. അപ്പോൾ അതിനെ പലതിനെയും ഒന്നൊന്നായിട്ട് ഇങ്ങനെ കെട്ടഴിക്കുന്നത് പോലെ കറക്റ്റ് ചെയ്തെടുക്കാൻ ഒരുപാട് സമയവും എഫേർട്ടും എടുക്കും. പക്ഷേ പലപ്പോഴും ഈ ചിന്തകളുടെ കുരുക്കൊന്ന് അഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആങ്സൈറ്റിയും ഡിപ്രഷനും എല്ലാം വളരെയധികം കുറയുന്നതായും നമുക്ക് കാണാനായിട്ട് പറ്റും. ഒറ്റയ്ക്ക് ഇത് പലപ്പോഴും സാധ്യമായിക്കോണം എന്നില്ല. അപ്പം അങ്ങനെ ഒറ്റയ്ക്ക് നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ടേക്ക് ദ ഹെൽപ്പ് ഓഫ് എ മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽ. ഈ വിഷയത്തെ പറ്റിയുള്ള നിങ്ങളുടെ മറ്റ് സംശയങ്ങളും ഇനി എന്തൊക്കെ വിഷയങ്ങളെപ്പറ്റി നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട് എന്നുള്ളതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.